ഡിപ്രഷനിലായിട്ടിരിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെയാണെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ട് ഒറ്റപ്പെട്ട ദ്വീപുകളിലാക്കുന്നു. അങ്ങനെ നായകൻ ചെല്ലുന്ന ദ്വീപിലാണെങ്കിൽ അവൻ പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കാണുകയും അവളെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2019 റിലീസ് ചെയ്ത പ്രേ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ഒരു പള്ളിയിലച്ഛനാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെയും മകളുടെയും കൂടെ ഒറ്റപ്പെട്ട ഐഡൻറ്റിറ്റിയിലേക്ക് പോയി അവിടെയുള്ള ആളുകളൊക്കെ സിവിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. ആദ്യമേക്ക് അവിടെയുള്ള ആളുകൾ ഇവനോട് നല്ലപോലെ പെരുമാറിയെങ്കിലും പിന്നീട് അവരുടെ കൾച്ചറെല്ലാം ഇവൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും അതിനുശേഷം ആ പള്ളിക്കൊക്കെ തീയിടുകയും ചെയ്യും. പിന്നീട് നമ്മളെ ടോബിനെ കാണിക്കും. അവനോട് അവൻ്റെ അച്ഛൻ വന്നിട്ട് കാർ ശരിയാക്കാൻ വരാമെന്ന് ചോദിക്കും. പക്ഷെ അവൻ ഫോണിൽ കുത്തിയിരുന്നോണ്ട് അവനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ അച്ഛനാണെങ്കിൽ തന്നെ പോയി കാർ ശരിയാക്കാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് കുറേ കള്ളന്മാർ വന്ന് അവനെ ആക്രമിക്കുന്നത്. വീടിൻ്റെ അത് TV വെച്ചിരിക്കുന്നതുകൊണ്ട് ടോബിയാണെങ്കിൽ ശബ്ദമൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നീട് കാർ എടുത്തുകൊണ്ട് പോകുന്ന ശബ്ദം കേട്ട് ടോബി അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കിനും അവരുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവം കാരണം ടോബിയാണെങ്കിൽ കുറ്റബോധം കാരണം വിഷാദ രോഗത്തിലേക്ക് പോകും. അങ്ങനെ അവൻ്റെ അമ്മയാണെങ്കിൽ അവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കും. സൈക്കോളജിസ്റ്റ് പറഞ്ഞ അനുസരിച്ച് പിന്നീട് അവനാണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കും. ആ പ്രോഗ്രാമാണെങ്കിൽ ഇതുപോലെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആളുകളെല്ലാം കൂടെ ഒറ്റപ്പെട്ട ദ്വീപ് കിട്ട് മൈൻഡ് റെഡിയാക്കാനുള്ളതായിരുന്നു. അങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് അവർ ടീം ലീഡറായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോരുത്തവരെ ഒറ്റപ്പെട്ട ഓരോ ഐലൻഡിൽ കൊണ്ടുപോയി വിടും. എല്ലാവരും ആ ഐലൻഡിലാണെങ്കിൽ 3 പകലും 3 രാത്രിയും സർവൈവ് ചെയ്യണമെന്നും. അതിനായിട്ട് അവർക്ക് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ബാഗും ടോർച്ച് ലൈറ്റും ഇച്ചിരി ഫുഡും അതുപോലെ തന്നെ ഒരു ഫ്ലെയറും ആയിരുന്നു. ആ ഫ്ലെയർ ആണെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറയും. പിറ്റേന്ന് ആണെങ്കിൽ ടോബിനെ ഒരു ഒറ്റപ്പെട്ട ഐലൻഡിൽ കൊണ്ടുപോയി വിടും. ടോബി ആണെങ്കിൽ അവിടെ ചെന്ന ശേഷം ഒരു ടെൻറ്റൊക്കെ കിട്ടും. ആ ടെൻറ്റാണെങ്കിൽ വളരെ മോശമായിരുന്നു. പിന്നീട് അവനാണെങ്കിൽ ഫുഡ് ശേഖരിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകും. അവിടെ വെച്ചൊരു തേങ്ങ കണ്ടാൽ എടുക്കാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് അവിടെ ഒരു കുരങ്ങിൻ്റെ ശവം കണ്ടിട്ട് പേടിച്ച് അവൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴത്തേക്കിനുമാണെങ്കിൽ മറ്റൊരു കുരങ്ങ് വന്ന് അവൻ്റെ ഫുഡെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവനാണെങ്കിൽ തീ കത്തിക്കാൻ വേണ്ടി നോക്കും. പക്ഷേ അന്നേരമാണെങ്കിൽ അവൻ്റെ കൈ പൊള്ളിപ്പോവും. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങും. അന്നേരമാണെങ്കിൽ കാലിലാണെങ്കിൽ ഒരു ഷെല്ല് കൊണ്ട് ചോര വരും. അവൻ ഉടനെ തന്നെ കരയിലേക്ക് കയറും. അത് കഴിഞ്ഞാണ് നമ്മളെ കാണിക്കുന്നത് അവൻ്റെ രക്തമാണെങ്കിൽ വെള്ളത്തിനടി കിടക്കുന്ന ഒരു മുഖംമൂടിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. കരയെ വന്ന ടോബിയാണെങ്കിൽ അവരിവിടുത്തെ കത്തി പരിശോധിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് ലെൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഉപയോഗിച്ച് അവൻ തീ കത്തിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും വിശന്നിട്ട് അവൻ വീണ്ടും ആ തേങ്ങ തപ്പിപ്പോവും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും അവൻ പെട്ടെന്ന് ആരോ പുറകെ വരുന്ന പോലെ അവന് തോന്നുന്നത്. അവൻ ടോർച്ചടിച്ച് നോക്കുമ്പോഴത്തേക്കിനും മുഖംമൂടി വെച്ച് അവരവിടെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. പേടിച്ച് പോയി അവനാണെങ്കിൽ തിരിച്ച് വന്നാൽ ടെൻറ്റിൻ്റെ അകത്ത് കിടക്കും. പക്ഷേ അന്ന് രാത്രിയാണെങ്കിൽ വേലിയേറ്റം ഉണ്ടായതുകൊണ്ട് അവൻ്റെ ടെൻറ്റും സാധനങ്ങളും എല്ലാം പോകും. രാവിലെ അവനാണെങ്കിൽ ഒരു തീരത്തിൻ്റെ സൈഡിലായിട്ട് എഴുന്നേറ്റ ഉടനെ അവൻ കാണുന്നത് വെച്ചാൽ ആരും തേങ്ങ പൊതിച്ച് വെച്ചേക്കുന്നതായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ തേങ്ങയിലെ വെള്ളമെല്ലാം കുടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കിനും ആ ദ്വീപിൽ മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്നാണ് അവളാണെങ്കിൽ കത്തിക്കൊണ്ട് ഇവനെ നേരെ തിരിയുന്നത്. പക്ഷേ അത് ഇവനെ കൊല്ലാനല്ലായിരുന്നു. അവൾ ഉണ്ടാക്കി വെച്ച ട്രാപ്പിൽ വീണ ഒരു മൃഗത്തെ കൊല്ലാനായിരുന്നു. ഇവനാണെങ്കിൽ വീണ്ടും അവളുടെ പിന്നാലെ ചെല്ലുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അവളെല്ലാം ട്രാപ്പുള്ള കാര്യം പറഞ്ഞ് അവരെ വാൺ ചെയ്യും. അത് കഴിഞ്ഞാണ് ഇവനാണെങ്കിൽ അവളോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു. ആകെ അവളുടെ പേര് മാഡലിൻ എന്നാന്ന് മാത്രം പറയും. അത് കഴിഞ്ഞ് മാഡലിനാണെങ്കിൽ അവൾ പിടിച്ച് ജീവനെ ചുട്ടിട്ട് ഇവന് ഒരു ഷെയർ കൊടുക്കും. രണ്ടുപേരും ഭക്ഷണം കഴിച്ച ശേഷം അവൾ പറയും അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക, ഇവനങ്ങോട്ട് വരണ്ടെന്ന്. ഇവൻ പക്ഷേ വീണ്ടും ഫോളോ ചെയ്യാൻ നേരത്ത് അവളാണെങ്കിൽ വാക്കത്തി എടുത്ത് വെട്ടും. പക്ഷേ അതും ഇവനെയാണെങ്കിൽ കടിക്കാൻ വന്നൊരു പാമ്പിനെ പിടിച്ചതായിരുന്നു. എന്നിട്ട് മാഡലിനാണെങ്കിൽ ടോബിയോട് പറയും ആ തീയുടെ അടുത്ത് തന്നെ കിടന്നു, അതാകുമ്പോൾ വന്യജീവികളൊന്നും വരത്തില്ലെന്ന്. അങ്ങനെ അന്ന് രാത്രി ടോബിയാണെങ്കിൽ അവൻ്റെ അച്ഛനെ കൊന്നവർ അവനെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കും. അന്നേരം അവനെ കാട്ടിയത് ശബ്ദം കേട്ടിട്ട് മാഡലിനാണെന്നോർത്ത് അവനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നതെന്ന് വെച്ചാൽ ഒരു മരത്തിൽ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതായിരുന്നു. അവനത് നോക്കി നിൽക്കുമ്പോഴത്തേക്കിനും അവൻ്റെ പിന്നീന്ന് ഒരു ജീവി വരും. പക്ഷേ അവൻ തല തിരിക്കുമ്പോഴത്തേക്കിനും അതാണെങ്കിൽ അങ്ങ് അപ്രതീക്ഷമായി പോകും. പിറ്റേന്ന് രാവിലെ ടോബി നിൽക്കുമ്പോഴത്തേക്കിനും മാഡലിനാണെങ്കിൽ ഓൾറെഡി അവിടെ വന്നിട്ട് അവന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് അവളാണെങ്കിൽ അവൻ്റെ കാലിലെ മുറിവ് കണ്ടിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് അവിടുന്ന് ഒരു ചെറിയ പഴം പറിച്ച് കാലിലൊക്കെ തേച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അവളാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യണം, എങ്ങനെയൊക്കെ മീനിനെ പിടിക്കണം, എങ്ങനെ ടെൻറ്റ് കെട്ടാന്നുള്ളതൊക്കെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച ശേഷം മാഡലിനാണെങ്കിൽ വൈകുന്നേരം തിരിച്ച് പോകുകയെന്ന് പറയും. അന്നേരമാണ് ടോബി ശ്രദ്ധിക്കുന്നത് അവൾ തിരിച്ച് പോകുന്നതെന്ന് വെച്ചാൽ ഇവൻ തലേദിവസം കണ്ട മരത്തിൻ്റെ അകത്തൂടെ ആയിരുന്നു. ടോബിയും പുറകെ വരാമെന്ന് പറയുമ്പോഴത്തേക്കും അവൾ പറയും അത് ഇവന് ആപത്ത് മാത്രം ഉണ്ടാക്കത്തുള്ളൂ, അവളുടെ അമ്മ കണ്ടു കഴിഞ്ഞാൽ ഇവന് ഉറപ്പായിട്ട് കൊല്ലുമെന്നും. അങ്ങനെ മാഡലിനാണെങ്കിൽ അതിൻ്റെ അകത്തേക്ക് അങ്ങ് പോകും. ഇവനാണെങ്കിൽ തിരിച്ച് ഇവൻ്റെ ടെൻറ്റിലേക്കും പോകും. അന്ന് രാത്രി ആണെങ്കിൽ ടോബിനെ അന്വേഷിച്ച ദ്വീപിലേക്ക് വരും. അവളാണെങ്കിൽ അതുവഴി ടോബിനെ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് തന്നെ അനക്കം കേട്ട് തെന്നി വീഴുന്നത്. അങ്ങനെ അവളെ നിന്ന് ടോർച്ച് ലൈറ്റ് പോകും. പിന്നീട് അവൾ ഇരുട്ടത്ത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവളെ ടോർച്ച് ലൈറ്റ് പൊങ്ങി വരുന്ന കാണും. അന്നേരം ടോബിയാണെന്ന് ഓർത്ത് ഇവളാണെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും വീണ്ടും ആ ടോർച്ച് ലൈറ്റ് നിലത്തേക്ക് വീഴും. അതെടുക്കാൻ വേണ്ടി അവൾ അങ്ങോട്ട് കൈ കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് ഇരുട്ടിൽ 2 കണ്ണ് വരുന്നതും ഇവളുടെ കയ്യിലേക്ക് കയറി പിടിക്കുന്നതും. പിറ്റേന്ന് രാവിലെ ഉറക്കമെഴുന്നേറ്റ് ടോബിയാണെങ്കിൽ കടൽ തീരത്തൂടെ ലൈഫ് ബോയ് ഒഴുകി വരുന്നത് കാണും. അവൻ അത് ചെന്ന് എടുക്കുമ്പോഴത്തേക്കിനുമാണ് അതുവഴി ഒരുപാട് സാധനങ്ങൾ ഒഴുകി വരുന്നതും. അങ്ങനെ അവൻ അത് ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കിനും കെയുടെ ബോട്ട് തലകീഴായിട്ട് കിടക്കുന്നത് കാണും. പതിയെ അവനെ ബോട്ടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് കടൽ തീരത്തായിട്ട് മാഡൽ നമ്മ കാട്ടിലേക്ക് പോകുന്നത് ശ്രദ്ധിക്കുന്നതും. പിന്നീട് അവനാണെങ്കിൽ ആ ബോട്ടിൻ്റെ അകമെല്ലാം ചെക്ക് ചെയ്യും. അതിൻ്റെ അകത്തുനിന്ന് അവനാണെങ്കിൽ 2 ഫ്ലെയർ കിട്ടും. പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കിനുമാണ് അതിൻ്റെ കെയുടെ ബോഡി കണ്ട് പേടിച്ച് അവൻ തിരിച്ചവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സാണെങ്കിൽ അവിടുത്തെ ഒരു ലോക്കി കുടുങ്ങി ആദ്യം ഒന്ന് വെപ്രാളം പിടിച്ചെങ്കിലും അവനാണെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തിരിച്ച് കരയിൽ വരും.
പിന്നീട് അവനെ കാട്ടിലേക്ക് പോയി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കുമാണ് കെ കൊണ്ടുവന്ന ടോർച്ച് ഇവിടെ കിടക്കുന്നത് കാണുന്നത്. പിന്നീട് അവനൊന്നും ചിന്തിക്കത്തില്ല, ആ മണലിൽ പോകുന്ന മരത്തിൻ്റെ അകത്തോട്ട് കയറി സെർച്ച് ചെയ്യാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെ അവനാണെങ്കിൽ ആ ടോർച്ച് ഉപയോഗിച്ച് അകത്തേക്ക് പോകുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് ആരോ വരുന്നതും ഇവൻ്റെ ടോർച്ച് താഴോട്ട് വീഴുന്നത്. അപ്പോൾ അതിയാണെങ്കിൽ ആ ശബ്ദം ഇവൻ്റെ അടുത്തേക്ക് വരുന്ന കാണുമ്പോഴത്തേക്കിന് വെപ്രാളം പിടിച്ച ടോർച്ച് എടുത്ത് ലൈറ്റ് അടിച്ച് നോക്കും. അന്നേരമാണ് ആ ഗുഹകളിലൊക്കെ ഓരോ പെയിൻറ്റിങ്സ് കാണുന്നത്. അവിടെ നിന്നെല്ലാം അവനാണെങ്കിൽ നടന്ന് മരത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തും. അന്നേരം അവിടെ കാണുന്നതെന്ന് വെച്ചാൽ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ആ പള്ളിയായിരുന്നു. പിന്നീട് അവനാണെങ്കിൽ ആ കാട്ടിക്കൂടൊക്കെ സെർച്ച് ചെയ്ത് നടക്കുമ്പോഴത്തേക്കിനുമാണ് മാടലിൻ്റെ അമ്മേനെ കണ്ട് അവൻ പെട്ടെന്ന് ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ അവർ താമസിച്ച ടെൻറ്റ് കണ്ടുപിടിച്ച് അതിൻ്റെ അകത്ത് ചെന്നിട്ട് അവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനുമാണ് 2 പാസ്പോർട്ടും പിന്നീട് ഒരു ഫാമിലി ഫോട്ടോ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. അന്നേരമാണ് നമ്മളെ കാണിക്കുന്നത് മാടലിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അന്ന് വന്ന ആ പള്ളിയിലച്ഛൻ്റെ ഭാര്യയും മകളുമായിരുന്നെന്ന്. പിന്നീട് അവൻ അവിടെ എല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനുമാണ് കെയുടെ ബോട്ടിൽ നിന്നിട്ട് ഗ്യാസലിനും അതുപോലെ തന്നെ ഒരു റേഡിയോ അവിടെ കാണുന്നത്. അവൻ ആ റേഡിയോ ഉപയോഗിച്ച് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് ഉള്ളവരുടെ അടുത്തുനിന്ന് ഒരു ഹലോ വന്ന ശേഷം റേഡിയോ ആണെങ്കിൽ കട്ടായിപ്പോവും. പെട്ടെന്ന് അങ്ങോട്ട് മാടലിൻ്റെ അമ്മയെ വരുന്ന കണ്ടിട്ട് അവനാണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കും. അവരാണെങ്കിൽ മാടലിന് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് അവൻ പതിയെ പുറകോട്ട് നീങ്ങുമ്പോഴത്തേക്കിന് തൊട്ടു പുറകിലായിട്ട് ആ പേടിപ്പിക്കുന്ന മാസ്ക് കാണുന്നത്. അങ്ങനെ അവന് പിടികിട്ട് മാടലിൻ്റെ അമ്മയായിരുന്നു ഇത്രയും കാലം ഇവനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന്. പിന്നീട് മാടലിൻ്റെ അമ്മ മാറുന്ന സമയത്തൊക്കെ ഇവനാണെങ്കിൽ അവളോട് ഒന്ന് സംസാരിക്കാൻ നോക്കും. പക്ഷേ അവൾ പറയും ഇവിടെ ഇരിക്കുന്ന ഡേഞ്ചറാന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടും. പിന്നീട് ടോബി ആണെങ്കിൽ തിരിച്ച് വന്നിട്ട് മീനൊക്കെ പിടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് വേണം തൊട്ട് ഓപ്പോസിറ്റ് ഐലൻഡിൽ നിന്ന് ചെറിയൊരു വെളിച്ചം ഇങ്ങോട്ട് വരുന്നത് കാണുന്നതും. അങ്ങനെ ഇവനാണെങ്കിൽ ഇവിടെ ആളുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി അവിടെ വലിയൊരു തീ കൂട്ടിയിട്ട് കത്തിക്കും. പിന്നീട് അവൻ പതിയെ വിശ്രമിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അങ്ങോട്ട് മാടലിനും വരുന്നത്. അന്നേരം ഇവനാണെങ്കിൽ ആ കെ മരിച്ച കാര്യവും ഇവളുടെ അമ്മയാണ് അവളെ കൊന്നതെന്ന് ഡൗട്ടുണ്ടെന്നൊക്കെ പറയും. അന്നേരമാണ് മാടലിന് അവളുടെ ചെറുപ്പത്തിലെ കഥ പറയുന്നത്. അവൾ പറയും അവളുടെ ഓർമ്മ വെച്ച് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയായിട്ട് ഇവിടെ വന്ന ശേഷം സന്തോഷത്തോടെ ഇവിടുത്തെ പിള്ളേരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നതും ഒരു ദിവസം ഇവളുടെ അമ്മ രക്തത്തിൽ കുളിച്ച് വരുന്ന ഒരു ചെറിയ ഓർമ്മയുണ്ടെന്നും. അന്നേരമാണ് ടോബി പറയുന്നത് അടുത്ത ദിവസം തന്നെ മറ്റൊരു ടീം ഇവനെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് ഇവൻ്റെ കൂട്ടത്തിൽ ഇവളും സിറ്റിയിലേക്ക് വരുന്നതെന്ന്. അങ്ങനെ അവളാണെങ്കിൽ അതിനൊക്കെ സമ്മതിക്കും. പിറ്റേ ദിവസം രാവിലെ ടോബി എഴുന്നേൽക്കുമ്പോഴത്തേക്കിനുമാണ് ഒരു എയറോപ്ലെയിൻ പോകുന്ന കാണുന്നതും അതിന് തൊട്ട് പുറകെ ഇവൻ ഓടുന്നതും. അങ്ങനെ ഇവനാണെങ്കിൽ ഓടി ചെല്ലുന്നതെന്ന് വെച്ചാൽ ഉപേക്ഷിച്ച ഒരു ലൈറ്റ് ഹൗസിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ആ ലൈറ്റ് തെളിയിക്കണ ഒരു ഗ്യാസോലിൻ വേണം അവന് പിടികിട്ടും. പിന്നീട് അവൻ തിരിച്ച് വരുമ്പോഴത്തേക്കിനുമാണ് അങ്ങോട്ട് ക്യാമറ എന്ന് പറഞ്ഞ് മറ്റൊരുത്തം വരുന്നത്. അവനായിരുന്നു അന്ന് ഓപ്പോസിറ്റ് ദ്വീപിന് ഇവനെ ലൈറ്റ് അടിച്ച് കാണിച്ചത്. അങ്ങനെ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞ് ഇവന് വന്നതായിരുന്നു. അവൻ പറയാം അവനെ കൊണ്ടുപോകാനായിട്ട് ഇതുവരെ ആരും വന്നില്ലെന്നും അതുകൊണ്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ വള്ളത്തിൽ ഇങ്ങോട്ട് പോകുന്നതാണെന്നും. പിന്നീട് അന്ന് രാത്രി ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവനാണെങ്കിൽ കെ മരിച്ച കാര്യവും ഈ ദ്വീപാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണെന്നൊക്കെയുള്ള കാര്യം പറയുന്നത്. ഉടനെ തന്നെ ക്യാമറ പറയാം അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അവൻ വന്ന വള്ളത്തിൽ ഇവർക്ക് തിരിച്ചു പോകാമെന്ന്. അന്നേരം ഇവൻ പറയും മാടലിൽ നിന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, അവളെയും കൂടി ഇവൻ കൂട്ടിക്കൊണ്ട് വരാം, അവളെ ഇവിടെ നിന്ന് രക്ഷിക്കണമെന്ന്. പിന്നീട് ടോബി ആണെങ്കിൽ മാടലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനുമാണ് മാടലിൻ്റെ അമ്മ വന്ന് ടോബിനെ പുറകിൽ നിന്ന് പിടിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ടോബി ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അവരാണെങ്കിൽ ഇവരുടെ പുറകെ ഓടുമ്പോഴത്തേക്കിനുമാണ് മാടലിനുണ്ടാക്കിയ ട്രാപ്പിൽ അവർ കുടുങ്ങുന്നത്. അങ്ങനെ മരിക്കാറായി കിടക്കുന്ന മാടലിൻ്റെ അമ്മയാണെങ്കിൽ ടോബിയുടെ ഒരു വലിയ സത്യം പറയും. ഇത്രയും കാലം ദേവി വന്നവരെല്ലാം പേടിപ്പിച്ച് ഓടിക്കാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇവരായിരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം കൊല്ലുന്നത് മാടലിനാണെന്നും. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു പഴയ കഥ പറയും. ഇവർ ഫാമിലിയായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെയുള്ള ആളുകളെല്ലാം ഈ ദ്വീപിലൊരു ഈവിളുള്ളതിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കിനും വന്ന് ഇവരുടെ ഹസ്ബൻഡ് ഒന്നും വിശ്വസിച്ചില്ല. പക്ഷേ പെട്ടെന്നാണ് മാടലിനാണെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിയയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഉണ്ടായിരുന്ന ഈവിൾ അവളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഇവളുടെ അമ്മേനെ ഒഴിച്ച് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൊന്നതെന്നും. അതിനുശേഷം അവരാണെങ്കിൽ ടോബിയുടെ കയ്യിലേക്ക് കുറേ പഴങ്ങളുടെ കൂട്ടം കൊടുത്തിട്ട് പറയും മാടലിൻ പ്രേതമാകുന്ന സമയത്ത് ഇതവളുടെ വായിലേക്ക് ഒഴിച്ചാൽ അവളുടെ ശക്തി കുറഞ്ഞു കിട്ടുമെന്ന്. ഇതെല്ലാം കൂടി ടോബി ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കിനാണ് അവർ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നത്, മാടലിന് ഒരിക്കലും ഈ ഐലൻഡിൻ്റെ വെളിയിലേക്ക് പോകാൻ സമ്മതിക്കില്ലെന്നും. ഇതേ സമയം ക്യാമറോണാണെങ്കിൽ അവിടെ നിന്ന് ശബ്ദം കേട്ടങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനുമാണ് കുറേ എല്ലും കഷ്ണം കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്നാണ് അവൻ്റെ സൈഡിൽ നിന്ന് ഈവിളായിട്ടുള്ള മാടലിൻ വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് ടോബി തിരിച്ചു വരുമ്പോഴത്തേക്കും അവിടെ ക്യാമറോണ്ട് എല്ലും കഷ്ണം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരമാണ് അങ്ങോട്ട് ഈവിളായിട്ടുള്ള മാടലിനാണെങ്കിൽ അവളുടെ അമ്മയുടെ ശവമായിട്ട് വരുന്നത്. ടോബി അവളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ നോർമൽ രൂപത്തിലേക്ക് മാറും. അവൾ വന്ന ശേഷം അവളുടെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനുമാണ് ഇവൻ പറയുന്നത് ഇവനാണ് അവളുടെ അമ്മയെ കൊന്നത്, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റത്തുള്ളതെന്ന്. ഇത് കേൾക്കുന്ന മാടലിനാണെങ്കിൽ അവനോട് സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് അവൻ പതി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴം എടുക്കാൻ നോക്കുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന മാടലിനാണെങ്കിൽ അവനെ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങും. പെട്ടെന്ന് ഇവനാണെങ്കിൽ കമ്പ് വെച്ച് അവളെ അടിച്ച് ബോധം കെടുത്തും. അതിനുശേഷം പഴത്തിൻ്റെ ചാറെടുത്ത് അവളെ വായിലേക്ക് കൊടുത്ത് അവളുടെ ശക്തി കുറച്ചിടും. പിന്നീട് ഇവൻ നേരെ ഇവരുടെ ടെൻറ്റിലേക്ക് പോയി ഗ്യാസോലിൻ എടുത്ത് ലൈറ്റ് ഹൗസിലേക്ക് പോകും. അവിടെ ചെന്ന് ഗ്യാസോലിൻ വെച്ച് ആ ലൈറ്റെല്ലാം കത്തിച്ച ശേഷം അവനാണെങ്കിൽ ദൂരേക്ക് സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കും ഏതെങ്കിലും ബോട്ട് വരാൻ വേണ്ടിയിട്ട്. കാരണം ക്യാമറോൺ വന്ന വള്ളമാണെങ്കിൽ മാടലിൽ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതേസമയം ആ പഴത്തിൻ്റെ വീര്യം കുറഞ്ഞു വന്നുകൊണ്ട് മാടലിൻ്റെ ശക്തിയാണെങ്കിൽ പതിയെ കൂടി വരുന്നുണ്ടായിരുന്നു. ടോബിയാണെങ്കിൽ ലൈറ്റ് ഹൗസിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കിനുമാണ് സ്റ്റെപ്പ് പൊട്ടിയവൻ താഴോട്ട് വീഴുന്നതും ഗ്യാസോലിൻ ആണെങ്കിൽ അവിടേക്ക് തുറന്ന് ലീക്കായി പോകുന്നതും. അന്നേരമാണ് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, മാടലിൻ്റെ ശക്തി കുറയ്ക്കുന്ന പഴം ഉണ്ടാകുന്ന പ്ലാന്റ് ആണെങ്കിൽ അവിടെ എല്ലാം വളരുന്നുണ്ടായിരുന്നത്. അവനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനുമാണ് മാടലും വന്ന് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ലൈറ്റ് ഹൗസിലെ ലൈറ്റ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ മാടലിന് ഇരുട്ടത്തൂടെ വന്ന് മാത്രമേ ഇവനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ.
ടോബിയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ പ്ലാന്റിൽ നിന്ന് പഴം പറിച്ചിട്ട് അവൾക്ക് നേരെ പ്രയോഗിക്കാൻ നോക്കുമ്പോഴത്തേക്കിനുമാണ് അവളാണെങ്കിൽ അതെല്ലാം അവൻ്റെ കണ്ണിലേക്ക് തേച്ച് വെക്കുന്നത്. പെട്ടെന്ന് തന്നെ വെളിച്ചം വരുമ്പോഴത്തേക്കും മാടലിനാണെങ്കിൽ പെട്ടെന്ന് ഇരുട്ടത്തേക്ക് പോകും. ഈ സമയം നോക്കിയാണെങ്കിൽ അവൻ മുഖം കഴുകാൻ ചെല്ലുമ്പോഴത്തേക്കിനുമാണ് അവിടെ നിന്ന് ഒരു ഗ്ലാസ് പീസ് കിട്ടുന്നത്. അവനാണെങ്കിൽ അതുമായിട്ട് മാടലിനെ അറ്റാക്ക് ചെയ്യാന്നിട്ട് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് ഒരു കുട്ടി അവിടെ ഇരുന്ന് കരയുന്ന കാണുന്നതും ഇവൻ അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. പിന്നെ പെട്ടെന്ന് ദീപിൾ രൂപത്തിലേക്ക് വന്നിട്ട് ഇവനെ കയറി ആക്രമിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ മാടലിനാണെങ്കിൽ ഇവനെയും കൂടെ പ്രൊസസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിനുമാണ് ദൂരെ നിന്ന് ഒരു ബോട്ടിൻ്റെ ശബ്ദം ഇവൻ കേൾക്കുന്നത്. ഉടനെ തന്നെ ഇവനാണെങ്കിൽ അവളെ രക്ഷപ്പെടേണ്ടതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ് പീസ് എടുത്ത് ഇവളെ ആക്രമിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ അതും തടയും. പെട്ടെന്നാണ് ഇവൻ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻ ആണെങ്കിൽ ഇവളുടെ മുഖത്തോട്ടടിക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ അവൾ പിന്തിരിയുന്ന സമയം നോക്കി പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ ഗ്യാസോലിലേക്ക് തീ അങ്ങിടും. ഇതേ സമയത്ത് ഇവന് സാധാപം തോന്നാൻ വേണ്ടി മാടലിനാണെങ്കിൽ നോർമൽ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. കടലിലേക്ക് ഇറങ്ങി ഇവനാണെങ്കിൽ ആ ബോട്ടിൻ്റെ ഡയറക്ഷനിലേക്ക് നീന്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അവരാണെങ്കിൽ ഇവനെ കാണുന്നില്ലായിരുന്നു. പകരം ലൈറ്റ് ഹൗസിലോട്ടായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ഇവനാണെങ്കിൽ അവിടെ കിടന്ന് ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ്റെ ശബ്ദം കേട്ട് ഈവിളായിട്ടുള്ള മാടലിന് പുറകിൽ നിന്ന് വന്ന് ഇവനെ അവിടെ വെച്ച് കൊല്ലും. പിന്നീട് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മാടലിന് ആ ബോട്ടിൻ്റെ അകത്ത് ഇരിക്കുന്നതായിരുന്നു. കാരണം അവരോർത്ത് മാടലിനാണ് ദ്വീപി കുടുങ്ങിക്കിടന്നതെന്ന്. അതുപോലെ തന്നെ ആ സിനിമ അവസാനിക്കാൻ നമ്മളെ കാണിക്കും മാടലിന് അദ്ദേഹത്ത് ഇപ്പോഴും ആ ഈവിളുണ്ടെന്ന്.